നെക്സ്റ്റ് വൺ നമുക്ക് ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ് എന്ന ചാപ്റ്റർ നോക്കാം. ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ് എന്ന ചാപ്റ്റർ നോക്കുമ്പോൾ ആ ചാപ്റ്ററിൽ ആദ്യം പറയുന്നൊരു ക്വസ്റ്റ്യൻ പ്ലാസ്മോളിസിസ് ആണ്. അതും നിങ്ങളുടെ എക്സാമിനൊക്കെ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് പ്ലാസ്മോളിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ 3 ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ് ആണുള്ളത്. ഹൈപ്പർടോണിക്, ഹൈപ്പോട്ടോണിക് ആൻഡ് ഐസോട്ടോണിക്. ഇങ്ങനെ 3 ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ് ഉണ്ട്. ഹൈപ്പർടോണിക്, ഹൈപ്പോട്ടോണിക് ആൻഡ് ഐസോട്ടോണിക് എന്നിങ്ങനെ 3 ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ് ഉണ്ട്. കോൺസെൻട്രേഷൻ അനുസരിച്ചാണ് 3 ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ് പറയുന്നത്. ഹൈപ്പർടോണിക്, ഹൈപ്പോട്ടോണിക് ആൻഡ് ഐസോട്ടോണിക് ഇങ്ങനെ 3 ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ്. അതിൽ ആ 3 ടൈപ്സ് ഓഫ് സൊല്യൂഷൻ നമ്മളൊരു സെല്ലിനെ ഒരു ഹൈപ്പർടോണിക് സൊല്യൂഷനിൽ, കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനിൽ വെക്കുകയാണെങ്കിൽ, ഹൈപ്പർടോണിക് സൊല്യൂഷനിൽ വെക്കുകയാണെങ്കിൽ ആ സെൽ ഷ്രിങ്ക് ചെയ്യുന്നു. ഷ്രിങ്ക് ചെയ്തതിൻ്റെ പ്രോട്ടോപ്ലാസ് അതിൻ്റെ സെൽ വാളിൽ നിന്ന് വിഡ്രോ ചെയ്ത് അകത്തേക്ക് പോയി സെൽ ഒരു സ്ഫെരിക്കൽ ഷേപ്പിലെത്തുന്നു. ആ പ്രോസസ്സിനെയാണ് പ്ലാസ്മോളിസിസ് എന്ന് പറയുന്നത്. വിഡ്രാവൽ ഓഫ് പ്രോട്ടോപ്ലാസ് ഫ്രം ദ സെൽ വാൾ. വിഡ്രാവൽ ഓഫ് പ്രോട്ടോപ്ലാസ് ഫ്രം ദ സെൽ വാൾ when the cell is placed in a hypertonic solution is called plasmolysis. അപ്പോൾ plasmolysis is the withdrawal of protoplasm when the protoplasm from the cell wall when the cell is placed in a hypertonic solution, that is called plasmolysis. ആ പ്ലാസ്മോളിസിൻ്റെ ഫലമായിട്ട് സെൽ ബിക്കം ഷ്രിങ്ക് ആവുന്നു, ചുരുങ്ങുന്നു. കാരണം അവിടെ വാട്ടർ കണ്ടൻ്റൊക്കെ പറയുന്നത് പ്രോട്ടോപ്ലാസ്റ്റ് അകത്തേക്ക് വരികയാണ്, ചുരുങ്ങാണ്, സ്ഫെരിക്കൽ ഷേപ്പ് അറ്റൈൻ ചെയ്യുന്നു. അതിൽ ആ ഫസ്റ്റ് സ്റ്റേജിനെ വിഡ്രോ ചെയ്യാൻ തുടങ്ങുന്ന, പ്രോട്ടോപ്ലാസ്റ്റ് വിഡ്രോ ചെയ്ത് വരാൻ തുടങ്ങുന്ന സ്റ്റേജിനെ ഇൻസിപ്പിൻ പ്ലാസ്മോൾസ് എന്നും ഫൈനൽ സ്റ്റേജിനെ എവിഡൻ പ്ലാസ്മോൾസ് എന്നും പറയാം. ഈ പ്ലാസ്മോളൈസ്ഡ് സെല്ല് നമ്മൾ വീണ്ടും പ്യുവർ വാട്ടറിലേക്ക് വെക്കുകയാണെങ്കിൽ അത് വീണ്ടും ടർജ്ഡ് ആവുന്നു. ദറ്റ് കണ്ടീഷൻ ഇസ് കാൾഡ് ഡീപ്ലാസ്മോളിസിസ്. റിവേഴ്സൽ ഓഫ് പ്ലാസ്മോളിസിസ് ഇസ് കാൾഡ് ഡീപ്ലാസ്മോളിസിസ് എന്ന് പറയും. അപ്പോൾ ഇത് പ്ലാസ്മോളിസിസ് എന്ന ക്വസ്റ്റ്യൻ ഓർത്ത് വെക്കുക. വിഡ്രാവൽ ഓഫ് പ്രോട്ടോപ്ലാസ്റ്റ് നമ്മൾ എവിടെ വെക്കുമ്പോൾ ഹൈപ്പർടോണിക് സൊല്യൂഷനിൽ വെക്കുമ്പോഴത്തേക്കാണ് ഇങ്ങനെ. പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൊക്കെ ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പ്ലാസ്മോൾസ് ആണ് ആ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വൺ ട്രാൻസ്പിറേഷനാണ്. ട്രാൻസ്പിറേഷൻ ചോദിക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ പ്ലാന്റ്സിന് എങ്ങനെയൊക്കെ അത് ഹെൽപ്ഫുൾ ആകുന്നു എന്ന് ചോദിക്കുക. നോർമലി പറയാറുണ്ട് ട്രാൻസ്പിറേഷൻ ഈസ് എ നെസസറി ഈവിൾ എന്ന് പറയാറുണ്ട്. കാരണം ട്രാൻസ്പിറേഷൻ കൊണ്ട് പ്ലാന്റ്സിന് 1-2 അഡ്വാൻറ്റേജസ് ഉണ്ട്. ട്രാൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് വാട്ടർ ഫ്രം പ്ലാന്റ്സ് ആണ്. ഇവാപ്പറേറ്റീവ് ലോസ് ഓഫ് വാട്ടർ ഫ്രം പ്ലാന്റ്സ് ഈസ് കാൾഡ് ട്രാൻസ്പിറേഷൻ നടക്കുന്നത് നാച്ചുറൽ ഓപ്പണിങ്സിലൂടെയാണ്. അത് ത്രൂ ലെൻറ്റിസെൽസ് ആകാം, സ്റ്റെമ്മിലുള്ള ഓപ്പണിങ്സ് ആണ് ലെൻറ്റിസെൽസ്, ത്രൂ ലീഫിലുള്ള ഓപ്പണിങ്സ് സ്റ്റൊമാറ്റ ആകാം, ത്രൂ ക്യൂട്ടിക്കിൾ ആകാം. അപ്പോൾ ക്യൂട്ടിക്കുലർ ട്രാൻസ്പിറേഷൻ, ലെൻറ്റിക്കുലർ ട്രാൻസ്പിറേഷൻ, സ്റ്റൊമാറ്റൽ ട്രാൻസ്പിറേഷൻ, ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്പിറേഷൻസ് ഉണ്ട്. എന്തായാലും ഇവാപ്പറേറ്റീവ് ലോസ് ഓഫ് വാട്ടറിനെയാണ് എന്താ പറയുക, ട്രാൻസ്പിറേഷൻ എന്ന് പറയാം. എന്നാൽ ഇവാപ്പറേറ്റീവ് വേപ്പർ അല്ലാതെ ലിക്വിഡ് ഫോമിലും വാട്ടർ നഷ്ടപ്പെടാറുണ്ട്. അതിൻ്റെ പേര് ഗട്ടേഷൻ എന്നാണ്. ഗട്ടേഷൻ ടേക്സ് പ്ലേസ് ത്രൂ ദി ഹൈഡത്തോട്ട്സ് എന്ന മൈന്യൂട്ട് ഓപ്പണിങ്സിലൂടെയാണ് ഗട്ടേഷൻ നടക്കുക. അത് വാട്ടർ ലോസ് തന്നെയാണ്, ബട്ട് ഇൻ ദ ഫോം ഓഫ് ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സ് ആയിട്ടാണ് നഷ്ടപ്പെടുക. അപ്പോൾ ട്രാൻസ്പിറേഷൻ ഓർത്ത് വെക്കുക. ട്രാൻസ്പിറേഷൻ ഈസ് ദി ലോസ് ഓഫ് വാട്ടർ, ഇവാപ്പറേറ്റീവ് ലോസ് ഓഫ് വാട്ടർ ഫ്രം പ്ലാന്റ്സ് ത്രൂ നാച്ചുറൽ ഓപ്പണിങ്സ് ലൈക്ക് സ്റ്റൊമാറ്റ, ലെൻറ്റിസെൽ, ക്യൂട്ടിക്കിൾ എക്സെട്ര ഇസ് കാൾഡ് ട്രാൻസ്പിറേഷൻ. ട്രാൻസ്പിറേഷനുള്ള അഡ്വാൻറ്റേജസ് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം ഹൈറ്റ് കുറഞ്ഞ ചെടികളിലൊക്കെ, ഉയരം കുറഞ്ഞ ചെടികളിൽ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി കുറവായിരിക്കും. അത്തരം ചെടികളിലൊക്കെ റൂട്ട് പ്രഷർ എന്ന ആ ഒരു പ്രഷർ മാത്രം മതി വെള്ളത്തെ മുകളിലേക്ക് ഉയർത്താനായിട്ട്. കാരണം ഗ്രാവിറ്റിക്ക് എഗൻസ്റ്റ് ആയിട്ട് ക്യാപ്പിലറി ട്യൂബ് പോലെയാണ് സൈലം. അതിലേക്ക് വെള്ളം മുകളിലേക്ക് ഉയർന്നു പോകുമ്പോൾ അതിന് വെള്ളത്തെ മുകളിലേക്ക് ഉയർത്താനായിട്ട് എന്ത് വേണം? വെള്ളത്തെ മുകളിലേക്ക് ഉയർത്താനായിട്ട് റൂട്ട് പ്രഷർ മാത്രം മതി. പക്ഷേ ഹൈറ്റ് കൂടുമ്പോൾ, ഉയരം കൂടുമ്പോൾ ഹയർ ട്രീസിൽ, ടോൾ ട്രീസിലൊക്കെ ആണെങ്കിൽ ആ റൂട്ട് പ്രഷർ മാത്രം പോരാ, മുകളിൽ നിന്നൊരു പുൾ ഓർ ടെൻഷൻ കൂടെ വേണം. ദറ്റ് പുൾ ഓർ ടെൻഷൻ ഈസ് കാൾഡ് ട്രാൻസ്പിറേഷൻ പുൾ. അപ്പോൾ ട്രാൻസ്പിറേഷൻ്റെ അഡ്വാൻറ്റേജ് ചോദിക്കുമ്പോൾ ക്രിയേറ്റ്സ് എ ട്രാൻസ്പിറേഷൻ പുൾ. അത് വീണ്ടും വെള്ളത്തോടൊപ്പം മിനറൽസിനെയും കൂടെ അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നു. അപ്പോൾ അങ്ങനെ മറ്റൊരു പോയിന്റ് ട്രാൻസ്പോർട്ട്സ് മിനറൽസ്. കാരണം നമുക്കറിയാം വാട്ടറിനോടൊപ്പം മിനറൽസ് കൂടെ അബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ട്, കോഷൻ അഡീഷനൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ട്രാൻസ്പോർട്ടിന് മിനറൽസിന് സഹായിക്കുന്നുണ്ട്. ട്രാൻസ്പിറേഷൻ പുൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ട്രാൻസ്പിറേഷൻ പുൾ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ വീണ്ടും വെള്ളത്തെ അബ്സോർബ് ചെയ്യുള്ളൂ. അപ്പോൾ സപ്ലൈസ് വാട്ടർ എലോങ് വിത്ത് മിനറൽസ്. അപ്പോൾ ആ ടേംസ് ഓർത്ത് വയ്ക്കുക. ക്രിയേറ്റ്സ് ട്രാൻസ്പിറേഷൻ പുൾ, സപ്ലൈസ് വാട്ടർ ഫോർ ഫോട്ടോസിന്തസിന് വേണ്ടുന്ന വാട്ടർ സപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? ട്രാൻസ്പോർട്ട് മിനറൽസ്. പിന്നെ ട്രാൻസ്പിറേഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ പുറത്തു വരുന്ന വേപ്പർ അവിടെ ലീഫിന് ചുറ്റും ഒരു ഹ്യൂമിഡിറ്റി ക്രിയേറ്റ് ചെയ്യും. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു? കൂൾസ് ലീഫ് സർഫസ്, ലീഫിൻ്റെ സർഫസിനെയൊക്കെ കൂൾ ചെയ്യിക്കുന്നു. അപ്പോൾ അത് ഫർദർ ട്രാൻസ്പിറേഷൻ നടക്കുന്നതിന് പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതുവഴി പിന്നെ ടർജിഡിറ്റിയെ ബേസ് ചെയ്താണ് നടക്കുക. വെള്ളം നഷ്ടപ്പെടുമ്പോൾ ട്രാൻസ്പിറേഷൻ നടക്കുമ്പോഴത്തേക്ക് അവിടെ ടർഗ പ്രഷർ കുറയുന്നു. അപ്പോഴത്തേക്ക് അതിൻ്റെ പ്ലാന്റ് സെൽസിൻ്റെ ഷേപ്പ് ആൻഡ് സ്ട്രക്ചറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ് ട്രാൻസ്പിറേഷൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രിയേറ്റ്സ് എ ട്രാൻസ്പിറേഷൻ പുൾ, സപ്ലൈസ് വാട്ടർ ഫോർ ഫോട്ടോസിന്തസിസ്, cools leaf surface, transport minerals, and then
മെയിൻറ്റെയിൻസ് ഷേപ്പ് ആൻഡ് സ്ട്രക്ചർ ഓഫ് പ്ലാന്റ്സിൻ്റെ ഷേപ്പ് ആൻഡ് സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അത്രയും ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിൽ വരുന്ന ആദ്യത്തെ 1-2 ക്വസ്റ്റ്യൻസാണ്, ട്രാൻസ്പിറേഷനാണ് ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സിൽ വരുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞ പ്ലാസ്മോളിസിസ്, നെക്സ്റ്റ് വൺ ട്രാൻസ്പിറേഷൻ. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്, ഹൗ ഡു പ്ലാന്റ്സ് അബ്സോർബ് വാട്ടർ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഹൗ ഡു പ്ലാന്റ്സ് അബ്സോർബ് വാട്ടർ എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ടാകാം. അത് പേജ് നമ്പർ 184, പേജ് നമ്പർ 184 അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അവിടെ ആ ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാലും അങ്ങനെ ഒരു ഫിഗർ ഉണ്ടാകാം. പേജ് നമ്പർ 184 ഫിഗർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കണം. പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുന്ന ആ വാട്ടർ മോളിക്യൂൾസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ചോദിക്കുക. അപ്പോൾ 2 ടൈപ്സ് ഓഫ് ട്രാൻസ്പോർട്ടാണ് മെയിൻലി നടക്കുക, സിംപ്ലാസ് പാത്വേ ആൻഡ് അപ്പോപ്ലാസ് പാത്വേ. സിംപ്ലാസ് പാത്വേ ആൻഡ് അപ്പോപ്ലാസ് പാത്വേ ആണ് 2 ടൈപ്സ് ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. സെൽ ടു സെൽ ട്രാൻസ്പോർട്ട് ത്രൂ പ്ലാസ്മോഡെസ്മാറ്റ അല്ലെങ്കിൽ ത്രൂ സൈറ്റോപ്ലാസം ഈസ് കാൾഡ് സിംപ്ലാസ് പാത്വേ. സിംപ്ലാസം മീൻസ് സൈറ്റോപ്ലാസം. അപ്പോൾ സെൽ ടു സെൽ ട്രാൻസ്പോർട്ട് ത്രൂ സൈറ്റോപ്ലാസം ഈസ് കാൾഡ് സിംപ്ലാസ് പാത്വേ എന്ന് പറയാം. കാരണം നമുക്കറിയാം അഡ്ജസൻറ്റ് സെൽസിൻ്റെ എല്ലാം സെൽ വാളിൽ ചെറിയ മൈന്യൂട്ട് ഓപ്പണിങ്സ് കാണാം. അതിലൂടെ സെൽസിലുള്ള സൈറ്റോപ്ലാസംസ് പരസ്പരം കണക്റ്റഡാണ്. അപ്പോൾ ഇൻ്റർ കണക്റ്റഡായിട്ട് കാണുന്ന അത്തരം സൈറ്റോപ്ലാസംസിനെയാണ് പ്ലാസ്മോഡെസ്മാറ്റ എന്ന് പറയുന്നത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് പ്ലാസ്മോഡെസ്മാറ്റ വാട്ടർ ആർ ട്രാൻസ്പോർട്ടഡ് ടു അഡ്ജസൻറ്റ് സെൽസ്. അപ്പോൾ സെൽ ടു സെൽ ട്രാൻസ്പോർട്ട് ത്രൂ സൈറ്റോപ്ലാസം ഈസ് കാൾഡ് സിംപ്ലാസ് പാത്വേ. സെൽ ടു സെൽ ട്രാൻസ്പോർട്ട് ത്രൂ സൈറ്റോപ്ലാസം ഈസ് കാൾഡ് സിംപ്ലാസ് പാത്വേ. അപ്പോൾ സിംപ്ലാസ് പാത്വേ എന്ന് പറഞ്ഞാൽ ഒരു സെല്ലിന് അടുത്ത സെല്ലിനുള്ളിലൂടെ പ്ലാസ്മോഡെസ്മാറ്റയുടെ സഹായത്താൽ ട്രാൻസ്പോർട്ട് ചെയ്തത് സിംപ്ലാസ് പാത്വേ ആണ്. എന്നാൽ സെല്ലിനുള്ളിൽ കടക്കാതെ സെൽ വാളിലൂടെയോ ഇൻ്റർ സെല്ലുലാർ സ്പേസിലൂടെയാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് അപ്പോപ്ലാസ് പാത്വേ. അപ്പോൾ അപ്പോപ്ലാസ് പാത്വേ ആൻഡ് സിംപ്ലാസ് പാത്വേ. അതിൽ തന്നെ ഒരു അനാറ്റമിക്കൽ സ്ട്രക്ചറൂടെ പറയുന്നുണ്ട്. അനാറ്റമിക്കൽ സ്ട്രക്ചർ നമ്മൾ നോക്കുമ്പോഴത്തേക്കറിയാം ഏറ്റവും ആദ്യം വാട്ടർ എത്തുക എപ്പിഡെർമിസിലാണ്. എപ്പിഡെർമിസിലാണ് അവിടെ എത്തുന്നത്. രണ്ടാമത് വരുന്ന കോർട്ടക്സ് ആണ്. എപ്പിഡെർമിസ് കഴിഞ്ഞാൽ അടുത്ത കോർട്ടക്സ്. അടുത്ത് വരുന്നത് എൻഡോഡെർമിസ് ആണ്. എൻഡോഡെർമിസിൽ കഴിഞ്ഞാൽ അടുത്ത നെക്സ്റ്റ് വൺ വരുന്ന പെരിസൈക്കിളാണ്. ഈ പെരിസൈക്കിൾ കഴിഞ്ഞിട്ടാണ് അടുത്ത സൈലത്തിലേക്ക് എത്തുക. അപ്പോൾ ഫസ്റ്റ് വൺ വരുന്ന എപ്പിഡെർമിസ് പറഞ്ഞു. പേജ് നമ്പർ 184 ഫിഗറിൽ അതുണ്ടെന്ന് പറയും, കുറേ സ്ക്വയർ സെൽസ് ആയിട്ട് കൊടുത്തിട്ടിരിക്കുന്ന ഫിഗർ. അപ്പോൾ അത് ഓർഡറിൽ അത് ഓർത്ത് വെക്കണം. എപ്പിഡെർമിസ് കഴിഞ്ഞാൽ അടുത്ത് കോർട്ടക്സ് കഴിഞ്ഞാൽ എൻഡോഡെർമിസ് കഴിഞ്ഞാൽ പെരിസൈക്കിൾ, അത് കഴിഞ്ഞിട്ടേ സൈലത്തിലേക്ക് എത്തുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ട്രാൻസ്പോർട്ട് നടക്കുക. അതിൽ തന്നെ എൻഡോഡെർമിസിലുള്ള എല്ലാ സെൽസിലൂടെയും ട്രാൻസ്പോർട്ട് നടക്കുന്നില്ല. സൈലം ഫേസ് ചെയ്ത് വരുന്ന എൻഡോഡെർമൽ സെല്ലിലൂടെ മാത്രമേ ട്രാൻസ്പോർട്ട് നടക്കുന്നുള്ളൂ. ദീസ് സെൽസ് ആർ കാൾഡ് പാസേജ് സെൽസ്. എൻഡോഡെർമിസിൽ കാണുന്ന സെൽസാണ് പാസേജ് സെൽസ്. സൈലം ബണ്ടിൽസിനെ ഫേസ് ചെയ്ത് വരുന്ന ആ സെല്ലിലൂടെ മാത്രമേ ട്രാൻസ്പോർട്ട് നടക്കുന്നുള്ളൂ. അപ്പോൾ സൈലത്തെ ഫേസ് ചെയ്ത് വരുന്ന എൻഡോഡെർമൽ സെല്ലുകളെ പറയുന്ന പേരാണ് പാസേജ് സെൽ. അത് പാസേജ് സെൽ ഒഴികെയുള്ള ബാക്കി ഒരു സെല്ലിലൂടെയും ട്രാൻസ്പോർട്ട് നടക്കുന്നില്ല. അവിടെയെല്ലാം ചില തിക്കനിങ്സ് കാണാം. ദീസ് തിക്കനിങ്സ് ആർ കാൾഡ് കാസ്പേറിൻ തിക്കനിങ്സ് ഓർ കാസ്പേറിൻ സ്ട്രിപ്സ്. അതും ആ ഫിഗറിൽ ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. എൻഡോഡെർമൽ സെല്ലിൻ്റെ മുകളിലും താഴെയായിട്ട് ഇങ്ങനെ വരച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് കാസ്പേറിൻ സ്ട്രിപ്സ് ആണ്. കാസ്പേറിൻ സ്ട്രിപ്സിലൂടെ എന്ത് നടക്കുന്നില്ല? ട്രാൻസ്പോർട്ട് നടക്കുന്നില്ല. കാസ്പേറിൻ സ്ട്രിപ്സ് ഇല്ലാതെ വരുന്ന സെല്ല് പാസേജ് സെല്ലാണ്. അതിലൂടെ മാത്രമേ ട്രാൻസ്പോർട്ട് നടക്കുന്നുള്ളൂ. ഈ പാസേജ് സെല്ലുകൾ സൈലം ബണ്ടിൽസിനെ ഫേസ് ചെയ്താണ് കാണുക. ഇപ്പോൾ ഡൈക്കോട്ടിലൊക്കെ ആണെങ്കിൽ ലിമിറ്റഡ് നമ്പർ ഓഫ് വാസ്കുലർ ബണ്ടിൽസ് ആണ്. ഇപ്പോൾ 4 to 6 4 വാസ്കുലർ ബണ്ടിൽസ് 4 സൈലം ബണ്ടിൽസ് ആണുള്ളതെങ്കിൽ 4 പാസേജ് സെൽസ്. മോണോക്കോട്ടിൽ വരുമ്പോഴത്തേക്ക് നമ്പർ ഓഫ് സൈലം ബണ്ടിൽസ് കൂടുന്നു. അപ്പോഴത്തേക്ക് പാസേജ് സെല്ലിൻ്റെ നമ്പറും കൂടുന്നു. അതുവഴി മാത്രമേ ട്രാൻസ്പോർട്ട് നടക്കുന്നുള്ളൂ. അപ്പോൾ 184 ഫിഗർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കുക. അപ്പോൾ 2 തരം ട്രാൻസ്പോർട്ടാണ് നടക്കുക, സിംപ്ലാസ് പാത്വേ ആൻഡ് അപ്പോപ്ലാസ് പാത്വേ. ഇങ്ങനെ 2 തരം ട്രാൻസ്പോർട്ട്. സെൽ ടു സെൽ ട്രാൻസ്പോർട്ട് ത്രൂ സൈറ്റോപ്ലാസം ഈസ് കാൾഡ് സിംപ്ലാസ് പാത്വേ ആൻഡ് ത്രൂ സെൽ വാൾ ആൻഡ് ഇൻ്റർസെല്ലുലാർ സ്പേസ് ഈസ് കാൾഡ് അപ്പോപ്ലാസ് പാത്വേ. ഇങ്ങനെ 2 ടൈപ്സ് ഓഫ് ട്രാൻസ്പോർട്ടാണ് നടക്കുക. ഇതാണ് ഹൗ ഡു പ്ലാന്റ്സ് അബ്സോർവ് വാട്ടർ എന്നുള്ള ക്വസ്റ്റ്യനിൽ പറയുന്നത്. അല്ലെങ്കിൽ ഈ 2 ടൈപ്സ് ഓഫ് പാത്വേസ് ചോദിക്കുക, സിംപ്ലാസ് ആൻഡ് അപ്പോപ്ലാസ് പാത്വേ. അപ്പോൾ 184 ഫിഗർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോക്കണം. അതിൽ ഓർഡറായിട്ട് ഇത്രയും അറിയണം. അനാറ്റമിക്കൽ സ്ട്രക്ചർ എപ്പിഡെർമിസ്, കോർട്ടക്സ്, എൻഡോഡെർമിസ്, പെരിസൈക്കിൾ ആൻഡ് ദെൻ സൈലം. അതിൽ എൻഡോഡെർമിസിൽ വരുന്ന സൈലത്തെ ഫേസ് ചെയ്തിരുന്ന സെല്ലിലൂടെ മാത്രം ട്രാൻസ്പോർട്ട് നടക്കുന്നുള്ളൂ. ദീസ് ആർ കാൾഡ് പാസേജ് സെൽസ്. പിന്നെ അല്ലാതുള്ളതെല്ലാം കാസ്പേറിൻ സ്ട്രിപ്സ് ഓർ കാസ്പേറിൻ തിക്കനിങ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓസ്മോസ് ആണ്. ഓസ്മോസ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് നമുക്കറിയാം, പക്ഷേ അതിലുള്ളൊരു ഫിഗറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൊക്കെ ഉള്ളൊരു ക്വസ്റ്റ്യനാണ് ഓസ്മോസ് എന്ന് പറയുന്നത്. ഓസ്മോസ് എന്ന് പറയുമ്പോൾ ട്രാൻസ്പോർട്ട് ഓഫ് മോളിക്യൂൾസ് ആണ്. മോളിക്യൂൾസ് എല്ലാം തന്നെ ഹയർ കോൺസെൻട്രേഷൻ നിന്ന് ലോവർ കോൺസെൻട്രേഷനുള്ള റീജിയനിലേക്ക് മൂവ് ചെയ്യാറുണ്ട്.
അപ്പോൾ റാൻഡം മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് ഫ്രം എ റീജിയൻ ഓഫ് ഇറ്റ്സ് ഹയർ കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ഇറ്റ്സ് ലോവർ കോൺസെൻട്രേഷൻ ഇസ് കാൾഡ് ഓസ്മോസിസ്. പ്ലാന്റ്സിൽ നടക്കുന്നത് ബേസിക്കലി ഇത് ഡിഫ്യൂഷൻ ആണെങ്കിലും പ്ലാന്റ്സിൽ നടക്കുന്നത് സെമി പെർമിയബിൾ മെംബ്രെയിനായ സെൽ മെംബ്രെയിനിലൂടെയാണ്. സോ ഇറ്റ് ഈസ് കാൾഡ് ഓസ്മോസിസ്. അപ്പോൾ ഡിഫ്യൂഷൻ ത്രൂ സെമി പെർമിയബിൾ മെംബ്രെയിൻ ഈസ് കാൾഡ് ഓസ്മോസ് എന്ന് പറയാം. അല്ലെങ്കിൽ ഫ്രം ഹയർ ലോവർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷനിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് ഓസ്മോസ് എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ഒരു ഫിഗർ ആണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു ഫിഗർ ഉണ്ട്. അതാണ് ഇമ്പോർട്ടൻറ്റ് ചോദിക്കുന്നത്. പേജ് നമ്പർ 180 ഒരു ഫിഗർ കാണുന്നുണ്ട്. അതിൽ ഇത് നടക്കുന്നത് കോൺസെൻട്രേഷനെ ബേസ് ചെയ്തിട്ട് ആണ് നടക്കുക. ഇങ്ങനെ ഒരു ഫിഗർ ആണുള്ളത്. ഒരു ബീക്കറിനെ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ വഴി സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. ബീക്കറിനെ സെമി പെർമിയബിൾ മെംബ്രെയിൻ വഴി സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. ഒരു സൈഡിൽ പ്യുവർ വാട്ടറും ഒരു സൈഡിൽ കോൺസെൻട്രേറ്റ് സൊല്യൂഷനും എടുത്തിരിക്കുകയാണ്. ഇവിടെ കോൺസെൻട്രേറ്റ് ഓർ ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ, ഷുഗർ സൊല്യൂഷൻ ഓർ സ്റ്റാർച്ച് സൊല്യൂഷൻസ് എടുത്തിട്ടുണ്ട്. ഇവിടെ ഉള്ളത് പ്യുവർ വാട്ടറാണ്. ഇതിങ്ങനെ കുറച്ച് സമയം റെസ്റ്റിൽ വെച്ച് കഴിഞ്ഞാൽ അല്പസമയം കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് പ്യുവർ വാട്ടർ കോൺസെൻട്രേറ്റ് സൊല്യൂഷനിലേക്ക് മൂവ് ചെയ്യുന്നതാണ്. പ്യുവർ വാട്ടറാണ് കോൺസെൻട്രേറ്റ് സൊല്യൂഷനിലേക്ക് മൂവ് ചെയ്യുക. അപ്പോൾ വാട്ടർ മൂവ്ഡ് ഫ്രം ഇറ്റ്സ് ഹയർ കോൺസെൻട്രേഷൻ ടു ഇറ്റ്സ് ലോവർ കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷൻ കൂടുതൽ പ്യുവർ വാട്ടറിനാണ്. പ്യുവർ വാട്ടർ ഹാസ് ദ മാക്സിമം കോൺസെൻട്രേഷൻ. അപ്പോൾ പ്യുവർ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയ ബീക്കറിൻ്റെ ഭാഗത്തു നിന്ന് ചേമ്പറിൽ നിന്നും കോൺസെൻട്രേറ്റ് സൊല്യൂഷനിലേക്കാണ് മൂവ് ചെയ്യുക. അപ്പോൾ അതാണ് അവിടെ നടക്കുന്ന പ്രോസസ്സ്. ദാറ്റ് ഈസ് ഓസ്മോസിസ്. ഇതിൻ്റെ തന്നെ തിസിൽ ഫണൽ എക്സ്പെരിമെൻറ്റും നിങ്ങൾ പഠിച്ചു. പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ അങ്ങനെ ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. അപ്പോൾ തിസിൽ ഫണലിൽ എക്സ്പെരിമെൻറ്റിലൂടെ സെൽ മെംബ്രെയിൻ, അവിടെ പ്ലാസ്മ മെംബ്രെയിൻ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ എഗ് മെംബ്രെയിൻ ഉപയോഗിച്ച് അതിൻ്റെ മൗത്ത് ടൈറ്റ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് കോൺസെൻട്രേറ്റ് സൊല്യൂഷൻ എടുക്കുകയാണ് ചെയ്യുന്നത്. കോൺസെൻട്രേറ്റ് സൊല്യൂഷൻ ഇവിടെ ടൈറ്റ് ചെയ്തിരിക്കുന്നു സെമി പെർമിയബിൾ മെംബ്രെയിൻ വഴി. ഇതിനകത്ത് ഷുഗർ സൊല്യൂഷനും ബീക്കറിനകത്ത് വാട്ടറുമാണ് എടുക്കുക. വാട്ടർ ലെവൽ മാർക്ക് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യുക. അല്പസമയം കഴിയുമ്പോഴത്തേക്ക് ഇവിടെയും എൻ്റർ ചെയ്യുന്നത് വാട്ടറാണ്. എവിടേക്ക്? തിസിൽ ഫണലിനകത്തേക്ക് എൻ്റർ ചെയ്യുക. വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലുള്ള ബീക്കറിൽ നിന്നും വാട്ടറിൻ്റെ തന്നെ കോൺസെൻട്രേഷൻ കുറവുള്ള ഫണലിനകത്തേക്കാണ് മൂവ് ചെയ്യുക വാട്ടർ. അപ്പോൾ ഇത് രണ്ട് ഫിഗേഴ്സ് ഇങ്ങനെ ഉണ്ട്. ഇതിനോടൊപ്പം ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ്, ഇതിലൊരു എക്സ്റ്റേണൽ പ്രഷർ അപ്ലൈ ചെയ്താൽ എന്ത് സംഭവിക്കും എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. എക്സ്റ്റേണൽ പ്രഷർ അപ്ലൈ ചെയ്താൽ എന്ത് സംഭവിക്കും? എക്സ്റ്റേണൽ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓസ്മോസിസ് വിൽ സ്റ്റോപ്പ്. പേജ് നമ്പർ 181 ഈ രണ്ട് ഫിഗേഴ്സ് കാണാം. അത് ഓർത്ത് വയ്ക്കുക. 180 ഇങ്ങനൊരു ഫിഗർ കാണാം. അപ്പോഴും നമുക്ക് സംശയം തോന്നുക, ഇവിടെ കോൺസെൻട്രേറ്റ് സൊല്യൂഷൻ തിരികെ മൂവ് ചെയ്യില്ല. അപ്പോൾ വാട്ടർ മോളിക്യൂൾസാണ് കോൺസെൻട്രേറ്റ് സൊല്യൂഷനിലേക്ക് മൂവ് ചെയ്യുക. ആ ടേം ഓർത്ത് വയ്ക്കുക. പ്യുവർ വാട്ടറിൽ നിന്നും കോൺസെൻട്രേറ്റ് സൊല്യൂഷനിലേക്കാണ് വാട്ടർ മോളിക്യൂൾസ് മൂവ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഓസ്മോസിസ് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ടർ പൊട്ടൻഷ്യലാണ്. വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിൽ, ഒരു ടാങ്കിലോ ഡാമിലോ ഒക്കെ ഉള്ള വാട്ടറിന് ഒരു വർക്ക് ചെയ്യാനുള്ള ഒരു എനർജി ഉണ്ട്, ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ദാറ്റ് പൊട്ടൻഷ്യൽ എനർജി ഇസ് കാൾഡ് വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറയാം. പൊട്ടൻഷ്യൽ എനർജി ഓഫ് വാട്ടർ. ഈ പൊട്ടൻഷ്യൽ എനർജിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സാണുള്ളത്, സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ആൻഡ് പ്രഷർ പൊട്ടൻഷ്യൽ. വാട്ടർ പൊട്ടൻഷ്യൽ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ആൻഡ് പ്രഷർ പൊട്ടൻഷ്യൽ. ഇങ്ങനെ രണ്ട് ആയിട്ടാണ് ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുക. വാട്ടർ പൊട്ടൻഷ്യലിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രണ്ട് ഫാക്ടർ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ആൻഡ് പ്രഷർ പൊട്ടൻഷ്യൽ. അതിൽ പിന്നെ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് പ്രോസസ്സും പ്രഷർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് പോസിറ്റീവും ആണ്. നമ്മൾ പ്യുവർ വാട്ടറിലേക്ക് സൊല്യൂട്ട്സ് ആഡ് ചെയ്യുകയാണെങ്കിൽ, എന്ത് സംഭവിക്കും? അത് കോൺസ്റ്റൻറ്റ് സൊല്യൂഷനാണ്, പക്ഷേ അവിടെ വാട്ടർ പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്യുന്നു. വാട്ടർ പൊട്ടൻഷ്യൽ മാക്സിമം ഉള്ളത് പ്യുവർ വാട്ടറിന്. പ്യുവർ വാട്ടർ ഹാസ് ദ മാക്സിമം വാട്ടർ പൊട്ടൻഷ്യൽ. വെൻ വി ആഡ് സൊല്യൂട്ട്സ് ടു പ്യുവർ വാട്ടർ, വാട്ടർ പൊട്ടൻഷ്യൽ വിൽ ഡിക്രീസ്. സോ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ഈസ് എന്താണ്? സൊല്യൂട്ട് പൊട്ടൻഷ്യൽ എന്താണ്? ഒരു നെഗറ്റീവ് എനർജിയാണ്, നെഗറ്റീവ് പ്രഷറാണ്. എന്നാൽ പ്രഷർ എന്ന് പറയുന്ന പ്രഷർ പൊട്ടൻഷ്യൽ ഈസ് പോസിറ്റീവ് എനർജിയാണ്, പോസിറ്റീവ് പ്രഷറാണ്. ഏത്? പ്രഷർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. വാട്ടർ പൊട്ടൻഷ്യലിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് പാസ്കൽ ആണ്. പാസ്കൽ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന പക്ഷേ ഗ്രീക്ക് ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്. സൈ എന്ന ഗ്രീക്ക് ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. സൈ എന്ന ഗ്രീക്ക് ലെറ്റർ ഉപയോഗിച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. അതിൻ്റെ യൂണിറ്റ് പാസ്കൽസ് ആൻഡ് ബാർസ് ആണ്. Pascal is the unit of water potential. It is influenced by two factors, solute potential and pressure potential. അതിൽ തന്നെ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നെഗറ്റീവും പ്രഷറും പ്രഷർ പൊട്ടൻഷ്യൽ പോസിറ്റീവും ആയിരിക്കും. അപ്പോൾ അതാണ് വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇംബൈബിഷനാണ്. ഇംബൈബിഷനും പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഇംബൈബിഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ഹൈഡ്രോഫിലിക് കൊളോയിഡ്സിനെ വാട്ടറിൽ വെക്കുകയാണെങ്കിൽ അത് സൊല്യൂഷനായി മാറാതെ തന്നെ വെള്ളത്തെ അബ്സോർബ് ചെയ്യുന്നു. ആ പ്രോസസ്സിനാണ് ഇംബൈബിഷൻ എന്ന് പറയുക. നമ്മുടെ കോമൺ ലൈഫിലും ഇങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട്. നമ്മൾ വെജിറ്റബിൾസൊക്കെ വെള്ളത്തിലിടുമ്പോഴോ അല്ലെങ്കിൽ അരിയൊക്കെ വെള്ളത്തിലിടുമ്പോഴൊക്കെ അത് വീർക്കുന്നതല്ല ഇംബൈബിഷനാണ്. അപ്പോൾ അബ്സോർഷൻ ഓഫ് വാട്ടർ ബൈ ഹൈഡ്രോഫിലിക് കൊളോയിഡ്സ് വിത്തൗട്ട് ഫോമിങ് എ സൊല്യൂഷൻ. അബ്സോർഷൻ ഓഫ് വാട്ടർ ബൈ hydrophilic colloids without forming a solution is called imbibition. The substance that imbibes water is called imbibant and the liquid is called imbibate.
അബ്സോർബ് ചെയ്യുന്ന വസ്തുക്കളെ ഇംബൈബൻ്റ് എന്നും ലിക്വിഡിനെ ഇംബൈബേറ്റ് എന്നും പറയും. ഇംബൈബിഷൻ എന്നാണ് അതിനെ പറയുക. അതിനും പ്രഷറുണ്ട്, ഇംബൈബിഷൻ പ്രഷർ. അപ്പോൾ ഇംബൈബിഷൻ ഈസ് ദി അബ്സോർഷൻ ഓഫ് വാട്ടർ ബൈ ഹൈഡ്രോഫിലിക് കൊളോയിഡ്സ് വിതൗട്ട് ഫോമിങ് എ സൊല്യൂഷൻ. അതിനാണ് ഇംബൈബിഷൻ എന്ന് പറയുക. അപ്പോൾ ഇത്രയും ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിലുള്ള മെയിൻ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിൽ പറഞ്ഞത് പ്ലാസ്മോളിസിസ് ദി വിഡ്രാവൽ ഓഫ് പ്രോട്ടോപ്ലാസ്റ്റ് ഫ്രം ദ സെൽ വാൾ വെൻ ദ സെൽ ഈസ് പ്ലേസ്ഡ് ഇൻ എ ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ. നെക്സ്റ്റ് ഓൺ ട്രാൻസ്പിറേഷൻ. ഇവാപ്പറേറ്റീവ് ലോസ് ഓഫ് വാട്ടർ ഇൻ പ്ലാന്റ്സ് ആണ് ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്നത്. ആൻഡ് അഡ്വാൻറ്റേജസ് ആണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇറ്റ് ക്രിയേറ്റ്സ് എ ട്രാൻസ്പിറേഷൻ പൂൾ, സപ്ലൈസ് വാട്ടർ ഫോർ ഫോട്ടോസിന്തസിസ്, കൂൾസ് ലീവ് സർഫസ്, ട്രാൻസ്പോർട്ട് മിനറൽസ്, മെയിൻ്റെനൻസ് ഷേപ്പ് ആൻഡ് സ്ട്രക്ചർ ഓഫ് പ്ലാന്റ്സ്. ഇത് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പിന്നെ ആ ഫിഗർ പറഞ്ഞു സിംപ്ലാസ്റ്റ് ആൻഡ് അപ്പോപ്ലാസ്റ്റ് പാത്വേ, 2 ടൈപ്സ് ഓഫ് പാത്വേസ് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ഓൺ ഓസ്മോസിൻ്റെ ഈ 2 ഫിഗേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫിഗേഴ്സ് തന്നിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. വാട്ടർ പൊട്ടൻഷ്യലിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ്, സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ആൻഡ് പ്രഷർ പൊട്ടൻഷ്യൽ. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇംബൈബിഷൻ ആണ്. ഇംബൈബിഷൻ ഈസ് ദി അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ബൈ ഹൈഡ്രോഫിലിക് കൊളോയിഡ്സ് വിതൗട്ട് ഫോമിങ് സൊല്യൂഷൻ ഈസ് കാൾഡ് ഇംബൈബിഷൻ.